ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി വെച്ചിട്ട് ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കുവാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു മുട്ട ബിരിയാണിയാണ്. നമ്മൾ ഈ പച്ചരി വെച്ചാൽ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് അതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. ശരിക്കും നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു മുട്ട ബിരിയാണി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചരി നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നല്ലോണം കഴുകണം, നല്ല അഴുക്കുണ്ടാവും കേട്ടോ അരിയിൽ. അങ്ങനെ കഴുകിയിട്ട് കുതിരാനായിട്ടിട്ടു. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ അളവ് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. നമ്മൾ അതിനനുസരിച്ചൊന്നും അല്ല വെള്ളം എടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ അരി വേണ്ടത് അത് കഴുകി ജസ്റ്റ് ഒന്ന് കുതിരാനായിട്ട് ഇട്ടാൽ മതിയേ. ഇനി നമുക്ക് വേണ്ട മുട്ട കൂടി പുഴുങ്ങാനായിട്ട് വെക്കാം കേട്ടോ. മുട്ട പുഴുങ്ങി വരുമ്പോഴത്തേക്കും നമുക്കിനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ഇപ്പം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 2-3 കറുകപ്പട്ടയും കുറച്ച് പെരുംജീരകവും ഒരു 2 ഏലക്കയും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലും അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ടിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്തിന് വരുമ്പോഴത്തേക്കും നമ്മൾ ഉണക്കമുന്തിരിയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി പിന്നെ കുറച്ച് സബോള ഇട്ട് അതും ഒന്ന് ഫ്രൈ ആക്കി കോരി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സബോളയും ചേർത്ത് ഉപ്പും ചേർത്ത് കറിവേപ്പില ഇട്ട് നല്ലോണം വഴറ്റുവാണ് കേട്ടോ. നല്ലപോലെ വഴന്ന് പറഞ്ഞേ നമ്മുടെ സബോള. അപ്പോൾ പരമാവധി കട്ടി കുറച്ച് അരിഞ്ഞ വേഗം സബോള എല്ലാം വാടിക്കിട്ടുവേ. അപ്പോൾ നമ്മുടെ സബോളയൊന്ന് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്ന സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ മുമ്പ് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറുവപ്പട്ടയും പെരുംജീരകവും എല്ലാം കൂടെ കൂടിയിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സബോള നല്ലോണം വഴന്ന് വന്നു കേട്ടോ. ഇവിടെ മസാലകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെ മസാല എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ മുട്ട ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ചിക്കൻ മസാലയോ അതുപോലെ മീറ്റ് മസാലയോ എന്തെങ്കിലും ചേർത്താൽ മതിയേ. ഇനി നമ്മൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറണം നമ്മുടെ പൊടികളുടെ. അതുവരെ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ചെറിയ തക്കാളി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അതിന് മുന്നേ കുറച്ച് മല്ലിയില കൂടെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ തക്കാളി ഒന്ന് വേകുന്നിടം വരെ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ തക്കാളി നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് ഒരല്പം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ബിരിയാണിക്ക് കുറച്ച് ഗ്രേവി വേണം, അതിനായിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം, ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും മസാല പോലെ തോന്നുവാണെങ്കിൽ ഒരല്പം മസാല കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടകളെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മുട്ടകളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മുട്ടയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ ഒരു പാത്രത്തിൽ നമ്മൾ എത്രയാണോ റൈസ് എടുത്തിരിക്കുന്നത് അത് വേകുന്നതിൽ കൂടുതൽ വെള്ളം നമുക്ക് എടുക്കാം. അളവൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളിതിൽ നിന്ന് റൈസ് വേകുമ്പോൾ കോരി മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ മുമ്പേ സബോളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത ഓയിലും നെയ്യും കൂടി ചേർത്ത് അത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്പൈസസും ഗ്രാമ്പൂ, ഏലക്ക, പട്ട അങ്ങനെയുള്ള എല്ലാ സംഭവവും നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
പിന്നെ നമ്മൾ മുട്ട കറി വെക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സ്പൈസസ് ഒക്കെ ഇട്ട് അരച്ച ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഊറ്റി അതും നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഊറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിരാനായിട്ട് വെച്ചിരുന്ന അരിനെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഉപ്പിടുമ്പം വെള്ളത്തിൽ കൂടി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മുടെ ഉപ്പ് വെള്ളത്തിൽ കൂടുതലായിരിക്കണം. മുന്നോട്ട് നിന്നാലേ നമ്മുടെ റൈസിന് കറക്റ്റ് ഉപ്പാവത്തുള്ളൂ. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഇടയ്ക്ക് നോക്കണം വേകുന്നുണ്ടോയെന്ന്. ഒരു 1/4 ഭാഗം വേവ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് കോരി മാറ്റാം കേട്ടോ. ഇപ്പോൾ എൻ്റെ റൈസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ കോരി മാറ്റുവാണോ കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ ഇതുപോലുള്ളൊരു സ്റ്റെയിനറിലേക്ക് റൈസിനെ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് റൈസൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം വിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് മുട്ടേനെ ഞാനൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരി വേവിച്ച അതേ പാത്രത്തിൽ അടികട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ ആ ഗ്രേവിയുടെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പകുതിയാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിനെ അടിയിലേക്ക് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റൈസിൻ്റെ പകുതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. റൈസ് ഇട്ട് കൊടുത്ത് നമ്മൾ അതൊന്ന് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും സബോളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ മുഴുവൻ ഗ്രേവിയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആ റൈസ് മുഴുവനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. റൈസ് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ മുകളിലും കുറച്ച് നെയ്യ് അവിടെ ഇവിടേക്കായിട്ട് ഇട്ട് കൊടുക്കുക, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോളയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ മുട്ടയെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കതിൻ്റെ ആ റൈസിൻ്റെയൊക്കെ ഒന്ന് വെള്ളം വറ്റി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് ദമ്മിൽ വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നേ. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കുന്ന ആർക്കും തന്നെ ഇത് പച്ചരിയാണെന്ന് തോന്നു പോലും ഇല്ല കേട്ടോ. കാരണം അത്രയും ടേസ്റ്റാണ് നമ്മൾ ഈ ബിരിയാണി റൈസൊക്കെ വെച്ചുണ്ടാക്കുന്നത്. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ.